കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന രഞ്ജുവിനെ രക്ഷിക്കാനായിട്ട് ഗോവിന്ദ് അങ്ങനെ ഓടി വരുന്നുണ്ട് വീട്ടിലേക്ക്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് രഞ്ജുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഗീതുവും അതോടൊപ്പം തന്നെ രേഖയും ചേർന്നിട്ടാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുവാണ് രാധികാമ്മ വരണമൊക്കെ. പക്ഷെ അവരുടെ ആ ശ്രമങ്ങളെല്ലാം അമ്പയെ പരാജയപ്പെട്ടു പോവാണ്. ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു അപർണയെ വന്നിട്ട് ഗീതുവിന്റെ കിഷോറിനെ കുറിച്ചുള്ള അവിഹിത ബന്ധത്തിന്റെ കഥയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കേട്ടോണ്ട് നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ആ സമയം ഗോവിന്ദ്. രഞ്ജു ഇതുവരായിട്ട് ഓഫീസിലേക്ക് എത്തിയിട്ടില്ല. അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ചിന്തയായിരുന്നു. പിന്നീട് അപർണയോട് പറഞ്ഞു, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം, എനിക്ക് അതിനേക്കാളും വലിയ അർജന്റായിട്ടൊരു കാര്യമുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് നേരെ പോരുവാണ്, വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്തെല്ലാം ഇങ്ങനെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. പക്ഷെ കിട്ടണേ ഉണ്ടായിരുന്നില്ല. എന്നാലും രഞ്ജു ഫോൺ എടുക്കാത്ത എന്താ, അവൾക്ക് എന്ത് പറ്റി? പിന്നീട് രേഖേനെ വിളിച്ചപ്പോഴും രേഖ പറയുകയും ചെയ്തു ഇവിടെ ഇല്ലാന്ന്. എന്നാലും കുഴപ്പമില്ല, വീട്ടിൽ ഒരു പോയി നോക്കാം എന്നോർത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് വരിക. കാരണം ഇവിടെ എവിടെയും തലറയും കിടപ്പുണ്ടോന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നേരെ ഗോവിന്ദ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗീത കൊണ്ടിരിച്ചു, അല്ല ഇതെന്താ കണ്ണയുടെ നേരത്തെ വന്നേ, ഓഫീസിൽ പോയിട്ട് എന്താ നേരത്തെ ഇറങ്ങിയെന്ന് ചോദിക്കണം. അപ്പൊ രഞ്ജു എന്ത് ചോദിക്കണം. അല്ല രഞ്ജു ഇവിടെ ഇല്ലല്ലോ, രഞ്ജു ഓഫീസിലേക്ക് വന്നില്ലേന്ന് ചോദിക്കുകയാണ്. അല്ല ഓഫീസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് അന്വേഷിച്ച് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. പെട്ടെന്ന് രേഖ അങ്ങോട്ട് വരുന്നുണ്ട്. രേഖയോട് ചോദിച്ചു, അല്ല രേഖ കണ്ടില്ലായിരുന്നു ചോദിക്കും രഞ്ജുവിനെ. ഇല്ല ഞാൻ കണ്ടില്ലായിരുന്നു, രാവിലെ കണ്ടതാ, പിന്നീട് കണ്ടേ ഇല്ലെന്ന് പറയും. ഇന്ന് ഫുഡ് കഴിക്കാണ്ട് താഴേക്ക് ഇറങ്ങി വന്ന് കണ്ടില്ലെന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദിന് അപകടം എടുത്തു. മെഡിസിനും ഇല്ല കയ്യില്, നീ എവിടെ എന്താ എന്നും അറിയത്തില്ല. പെട്ടെന്ന് മുറിയിലാണ് അങ്ങോട്ട് ചെന്നപ്പത്തിനും മുറി ലോക്ക് ചെയ്തേക്കുന്ന കണ്ടേ. അല്ല ഈ മുറി ലോക്ക് ചെയ്തിട്ടാണല്ലോ അവള് പോവാറുള്ളേ, മുറി തുറന്നിട്ടാണല്ലോ, പിന്നെ എന്ത് പറ്റിയെന്ന് ലോക്ക് ചെയ്തേക്കുന്നേ? പിന്നെ ഗീതനോട് ചോദിച്ചു, നീയാണോ മുറി ലോക്ക് ചെയ്തെന്ന് ചോദിച്ചു. ഇല്ല ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല എന്ന് പറയണം. പിന്നെ രേഖ ആരും ലോക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗീതു പറഞ്ഞു, അവളുടെ പരിപാടി തന്നെയായിരിക്കും, ഇവിടെ എന്തോ രഹസ്യം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അവള് ലോക്ക് ചെയ്തിട്ട് പോയേക്കുന്നത്. അവളുടെ രഹസ്യം എന്താന്ന് ഞാൻ കണ്ടെത്തും, എന്നിട്ട് അവളെ എന്നോട് അടിച്ചിറക്കുന്നുണ്ടെന്ന് പറയാണ്. എന്നോട് അവളുടെ കളി. അധികം വൈകാതെ അവൾ ഈ അറക്കൽ വീട്ടിൽ നിന്ന് ഓടുന്നു പറയാം. എന്ന് പറഞ്ഞ് അതേ അനാവശ്യം പറയരുത് ഗീതു, മനുഷ്യനോടെ തല പോഞ്ഞിരിക്കുന്ന ആ സമയത്താ ഗോവിന്ദൻ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇത്ര തല പുകയുന്നേ? ഫ്രണ്ടാന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട് വന്നല്ലേ, പിന്നെ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇത്രമാത്രം ടെൻഷൻ അടിക്കണേ? അവൾ ഗോവിന്ദൻ ആരാ? പിന്നെ ഗോവിന്ദൻ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സ്വന്തം ഭാര്യയായി ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അവളുടെ കാര്യത്തിൽ ഇത്രമാത്രം കെയർ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അവൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചും കൂടെ വന്നോളും എന്ന് പറയണം. പക്ഷെ ഗോവിന്ദൻ പറഞ്ഞു, ഗീതു നിനക്കറിയത്തില്ല, നീ അനാവശ്യ കാര്യത്തിൽ തലയിടാൻ പറ്റില്ല, രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ ഒന്നിനെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയണം. ഗീതു പറഞ്ഞു, പിന്നെ രഞ്ജുവിന് ഇപ്പൊ എന്ത് സംഭവിക്കാനാ, അല്ലെങ്കിലും അവൾ ഈ വീട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്, എന്റെ പണി എളുപ്പമായി തീരുള്ളൂ പറയണേ. ഈ സമയത്ത് രാധികാമ്മയും വരണം കണ്ടു ഗോവിന്ദ് വരുന്നേ. അവർക്ക് മനസ്സിലായി രഞ്ജുവിനെ അന്വേഷിച്ചിട്ടുള്ള വരവാന്ന്. തെരഞ്ഞപ്പോ വരുൺ പറഞ്ഞു, അമ്മയെ പ്രശ്നമാകുമെന്ന് ചോദിച്ചു. ഒരുപക്ഷെ നമ്മളെങ്ങാനും ഇനി അകത്ത് തള്ളിയിട്ടേന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ വഴിയിലിടവാനെ, ഒരുപക്ഷെ അവള് ബോധം കെട്ട് കിടക്കണമെന്ന് അറിയത്തില്ലോ, അതുകൊണ്ടാണോ? അതും അറിയത്തില്ല. എന്താണല്ലോ ഒരു കാര്യം ഉറപ്പാ, അവള് നമ്മുടെ പേര് പറയാൻ വഴി കുറവാ. ഇനി അവൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഇവിടുന്ന് പാഞ്ഞോളും, ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കുമല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. പക്ഷെ വരുന്നൊരു പേടി ഉണ്ടായിരുന്നു, ഇനി അവൾക്ക് ബോധം വന്നു കഴിയുമ്പോൾ അങ്ങനെ തങ്ങളുടെ പേര് പറയുമെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പിന്നീട് രേഖ അങ്ങോട്ട് രേഖ അടിച്ചു, ഈ റൂമിന്റെ കീ എന്തെന്ന് ചോദിക്കുകയാണ്. അല്ല കീ അവിടെ അറിയില്ല എന്ന് പറയണം. അങ്ങനെ ഗോവിന്ദ് പോയി കീ ഒക്കെ തപ്പി കണ്ട് എടുത്തോണ്ട് വരുവാണ്. അതിനുശേഷം റൂം തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ബോധം കെട്ട് തറയെ കിടക്കുവാണ്. രഞ്ജു ഓടി ഗോവിന്ദ് പോയിട്ട് രഞ്ജുവിനെ ചേർത്തങ്ങ് പിടിക്കണം. നോയി കഴിയുമ്പോഴത്തേനും മൂക്കിൽ നിന്നൊക്കെ ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. ഗോവിന്ദിന് അപകടം എടുത്തു. പെട്ടെന്ന് ഗീതു അങ്ങോട്ട് കടന്നു നിന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി ഗോവിന്ദേട്ടാ, എന്താന്ന് ചോദിക്കണം. നിനക്കൊന്നും അറിയത്തില്ലല്ലേ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ ഇവിടെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന് പറഞ്ഞപ്പം ഇത്ര ക്രൂരതയെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഗീതു. എന്നാലും നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി, അതും ഈ പാവത്തിനോട്? ഇത് ഒരിക്കലും ഞാൻ പൊറുക്കാൻ പോകുന്ന കാര്യമല്ല, ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാണല്ലോ ഒന്നിനും ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറയണം. ഗീതു പറഞ്ഞു, ഗോവിന്ദേട്ടൻ നീ കൂടെ ഒന്നും പറയണ്ട, വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ പറയണം. അതിനുശേഷം നേരെ ഗോവിന്ദ് പോയി രഞ്ജുവിനെ വാരി എടുത്തോണ്ട് സ്റ്റെയർ കയറി താഴേക്ക് ഓടുവാണ്. ഈ സമയത്ത് രാധികാമ്മ വേണം വന്നു. അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. മാറി നിൽക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഗോവിന്ദ് രഞ്ജുവിനെ കാറ് കയറ്റി വിട്ടു പോവുകയാണ്. ആ സമയത്ത് ഗീതുവിന്റെ രേഖയ്ക്കും കാര്യം എന്നാന്ന് പോലും മനസ്സിലായില്ല. അപ്പൊ രേഖയോട് നമ്മൾ മുറിയുന്നൊരു സൗണ്ട് കേട്ടായിരുന്നു, നമ്മൾ വന്ന് നോക്കുകയും ചെയ്തില്ലേ. ആ സമയത്ത് ഇനി ഇപ്പൊ രഞ്ജു അകത്തായിരുന്നില്ലേ. എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു, എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയണം.
ഈ സമയത്ത് രാധികാമ്മ വരണങ്ങ് താഴേക്ക് ഇറങ്ങിപ്പോയായിരുന്നു. വരുന്ന ആ ടെൻഷനായി. അമ്മ അവൾക്ക് വല്ലതും സംഭവിക്കുവോ, എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല പണിയും കിട്ടുമെന്ന് ചോദിക്കും. എന്ത് സംഭവിക്കാനായിട്ട്, അവള് ചിലപ്പോൾ ഇരുട്ടിനെ പേടിച്ച് ബോധം കെട്ട് പോയതായിരിക്കൂടാ, അല്ലാതെ അവൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ട് വെച്ചിട്ട് കഴിയുമ്പോഴത്തേന് അവൾക്ക് ബോധം വന്നോളൂ എന്ന് പറയാണ്. ഈ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഗീതുവിന്. എന്നാൽ ഇത് എങ്ങനെ സംഭവിച്ചു? രേഖ പറഞ്ഞു, ഒരുപക്ഷെ അമ്മയോ വരണേട്ട് ആരെങ്കിലും ആണോ അവളെ മുറിക്കകത്താക്കിയത്, കുറ്റിയിട്ടെന്ന് പറയാൻ പറ്റില്ല. ഗീതു ശരിയാണ്, അവരെ ചോദ്യം ചെയ്ത് അറിയായിരിക്കും, അവരോട് പോയി ചോദിച്ചു നോക്കിയാൽ അറിയിക്കും സത്യം എന്താന്ന്. അവർ രണ്ടുപേരും അറിയാതെ ഒരു കാരണവശാലും രഞ്ജു മുറി വരത്തില്ല. രഞ്ജുവിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ വെറുതെ ഇരിക്കും തോന്നുന്നില്ല. രേഖ പറഞ്ഞു, അവർ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് ഗീതു, അല്ലെങ്കിൽ ഗോവിന്ദേട്ടൻ ഇത്ര ടെൻഷൻ അടിച്ച് രഞ്ജുവിനെ വാരി എടുത്തോണ്ട് പോകത്തില്ല. ഗീതുവിനാണെങ്കിൽ രഞ്ജുവിനെ കൊണ്ടായതിന്റെ ഒരു അവസ്ഥയുണ്ട്, പക്ഷെ രഞ്ജുവിന് ജീവൻ അപകടത്തിലാന്ന് പറയുമ്പോൾ അതൊരു ടെൻഷനാണ്. ഗീതവും കൂടെ ചെല്ലാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ സമ്മതിച്ചു പോലില്ല. കാരണം കാറെ കയറാൻ പോലും ഗീതുവിനും സമ്മതിച്ചില്ല. കാരണം ഗീതുവാണ് ഇങ്ങനെ ഒരു അത് ചെയ്ത് ക്രൂരത ചെയ്തെന്നൊരു ചിന്തയായിരുന്നു ഗോവിന്ദന്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഗീതു അല്ല ചെയ്തതെന്ന് ഇപ്പൊ പറയണമെങ്കിൽ ബോധം പറഞ്ഞല്ലോ രഞ്ജുന, എന്തെങ്കിലും മാത്രം സത്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. പിന്നീട് നേരെ രേഖയും ഗീതുവും കൂടെ വരുണിന്റെ രാധികാമ്മയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് അവര് അവിടെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ കാഞ്ചനയും കൂടി ഇവരുടെ ഒപ്പം ചെയ്യുന്നു. ചോദിച്ചു, അല്ലമ്മ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ആരാ രഞ്ജുവിനെ മുറി പൂട്ടിയിട്ടേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ്മ പറഞ്ഞു, അത് ഞങ്ങൾക്ക് എന്നെ അറിയാന്ന് ചോദിക്കുക. സത്യം പറഞ്ഞമ്മ, അമ്മ അറിയാതില്ല, ഇങ്ങനെ സംഭവിക്കത്തില്ല. ആരാണെങ്കിലും ശരി ഗോവിന്ദൻ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യുമെന്ന് പറയണം. അല്ല, വരുൺ പറഞ്ഞു, കണ്ടുപിടിക്കാൻ തന്നെ ചെയ്യണം, അങ്ങനെ വേണമല്ലോ, അന്നല്ല സത്യങ്ങളൊക്കെ പുറത്തു വരുള്ളൂ എന്ന് ചോദിക്കുകയാണ്. എനിക്കറിയാം ഇതിന്റെ പിന്നില് നീയും രേഖയല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടെന്ന് ഗീതു ഒന്ന് ഞെട്ടി. വരുണേട്ട് എന്താ പറയണെന്ന് ചോദിക്കും. സത്യാവസ്ഥ അതല്ലേ, നിനക്ക് അവളെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണായിരുന്നു, അതിന് വേണ്ടിയിട്ട് നീ ചെയ്ത പരിപാടിയല്ലേന്ന് ചോദിക്കുകയാണ്. ഇതിന്റെ രേഖ പറഞ്ഞു, വരുണേട്ട് എന്തൊക്കെയാ പറയണേ, ഞങ്ങൾ അറിഞ്ഞിട്ടും കൂടെ ഉള്ള കാര്യമായിരുന്നു. അതേ ഒരു കാര്യം പറഞ്ഞേക്ക, രഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടും അകത്താ, ആ ഒരു കാര്യം ഓർമ്മ വേണം. പറഞ്ഞു കേട്ടല്ലോ. ഒരു പക്ഷെ രഞ്ജുവിനെ ഇല്ലാതാക്കാൻ നോക്കിയത് നീ നിന്റെ ആ കാമുകനും കൂടെ ചേർന്നിട്ടാണെന്നും പറയാൻ പറ്റില്ല. കിഷോറിനെ കുറിച്ചാണ് പറഞ്ഞത്. കേട്ട് ഗീതുവിനങ്ങ് നല്ല ദേഷ്യം വന്നു. പക്ഷെ ഈ സമയത്ത് അത് പ്രതികരിക്കാനുള്ള സമയമല്ല. പിന്നെ രാധികാമ്മ വെല്ലുവിളിക്കുകയാണ് ഗീതുവിനെ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം പോലെ നിന്നെ ഇവിടെ കണ്ണ നിർത്തില്ല, ആ നിമിഷം നീ പടിക്ക് പുറത്താ, ഓർത്ത് വെച്ചോളം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഗീതുവിന് അപകടം മണത്തു. ഇവര് ചെയ്തേക്കുന്ന പരിപാടിയാ, ആ കുറ്റം തന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കാൻ ശ്രമിക്കുന്ന. ഒരു കാരണവശാലും ഇത് അംഗീകരിച്ചു കൊടുത്തുവിടാ. ഒരുപക്ഷെ രഞ്ജുവിന് ബോധം വന്നുകഴിയുമ്പോൾ രഞ്ജു എന്താ പറയണേന്ന് അറിയത്തില്ല. ഇനി അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുക, അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ രേഖ ആശ്വസിപ്പിച്ചു, നീ പേടിക്കാതിരിക്കുക ഗീതു, ഒന്നും സംഭവിക്കില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ നേരെ രഞ്ജുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് ഗോവിന്ദ്. അങ്ങനെ നേരെ രഞ്ജു അത്യാഹിത വാർഡിലേക്ക് രഞ്ജുവിനെ മാറ്റുകയാണ്. അങ്ങനെ അതിന്റെ വിശേഷങ്ങളെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പം ഉറപ്പായിട്ടും രഞ്ജുവിന് ബോധം തെളിഞ്ഞു കഴിയുമ്പോഴത്തേനും അവിടെ നടന്ന സംഭവങ്ങളൊക്കെ രഞ്ജു ഉറപ്പായിട്ടും ഗോവിന്ദനോട് പറയും. അങ്ങനെ പറഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം രാധികാമ്മയ്ക്കും വരുണിനും കിട്ടാൻ പോകുന്ന നല്ല 8ന്റെ പണി തന്നെയായിരിക്കും. ഒരിക്കലും ഗോവിന്ദ് ക്ഷമിക്കില്ല രാധികാമ്മയോട് വരുണ് ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തേന്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.